ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSCയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ മലയാളത്തിലത്തെ ക്ലാസ്സുകളാണ് കൂടുതലായിട്ടും എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മലയാളത്തിൽ തന്നെ പുതിയൊരു ടോപ്പിക്കാണ് കേട്ടോ. സ്ത്രീലിംഗം അതുപോലെ തന്നെ പുല്ലിംഗം എന്ന് കേട്ടിട്ടില്ലേ? ഈ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സ്ത്രീലിംഗം പുല്ലിംഗവുമായി റിലേറ്റ് ചെയ്ത ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുണ്ടാവില്ല. കാരണം കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് പഠിക്കാനുണ്ട്. പഠിക്കാന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. പിന്നെ സ്ത്രീലിംഗവും പുല്ലിംഗവും കുറച്ച് കാര്യങ്ങൾ പഠിക്കുക, അതാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എന്താണ് സ്ത്രീലിംഗം പുല്ലിംഗം എന്താണ്. അതായത് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ലിംഗം അല്ലെ, അതിലാണ് സ്ത്രീലിംഗം പുല്ലിംഗം നപുംസകലിംഗം സാമാന്യലിംഗം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ വരുന്നത്. അപ്പൊ അത് എന്താണെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നോക്കുക, നാമം ഉണ്ടല്ലോ, നാമം പുരുഷനോ അല്ലെങ്കിൽ സ്ത്രീയോ അല്ലെങ്കിലോ നപുംസകമോ എന്ന് കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? അതായത് നാമം പുരുഷനാണോ സ്ത്രീയാണോ നപുംസകമാണോ എന്ന് കാണിക്കുന്നതിനെ നമ്മൾ എന്ത് പറയും? ലിംഗം എന്ന് പറയും, കോമൺ ആയിട്ട് അല്ലെ. അതാണ് നമ്മുടെ ലിംഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇതില് പുരുഷനോ സ്ത്രീയോ നപുംസകമോ എന്ന് പറഞ്ഞു. അപ്പൊ ലിംഗത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് പുല്ലിംഗം എന്നാണ്. പുല്ലിംഗം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. എന്താ പുല്ലിംഗം? പുല്ലിംഗം എന്ന് പറഞ്ഞാൽ പുരുഷനെ സൂചിപ്പിക്കുന്ന നാമരൂപത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? പുല്ലിംഗം എന്ന് പറയാ അല്ലെ. പുരുഷനെ സൂചിപ്പിക്കുന്ന നാമരൂപം, പുരുഷനെ സൂചിപ്പിക്കുന്ന നാമരൂപമാണ് പുല്ലിംഗം. എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. എക്സാമ്പിൾ ഏതൊക്കെയാ വരുന്നത്? ഇഷ്ടം പോലെ പറയാം അല്ലെ. ആൺകുട്ടി, അപ്പൊ അത് പുരുഷനല്ലേ സൂചിപ്പിക്കുന്നത്, അപ്പൊ അത് പുല്ലിംഗാണ്. അധ്യാപകൻ, അധ്യാപകൻ എടുത്തു നോക്കൂ, അധ്യാപകൻ ആരാണ്? പുരുഷനല്ലേ. അതെ. അവൻ എന്ന് പറയുകയാണെങ്കിലോ അതും പുല്ലിംഗമാണ്. മകനോ, മകനും പുല്ലിംഗമാണ്. ഇനിയും പറഞ്ഞൂടെ, അച്ഛൻ പുല്ലിംഗമാണ്. എന്ത് വേണമെങ്കിൽ പറയാം, അച്ഛൻ പുല്ലിംഗാണ്. കാള, കാള പുല്ലിംഗല്ലേ. എന്നാ പോത്തോ, പോത്തും പുല്ലിംഗല്ലേ. അപ്പൊ ഇങ്ങനെ എന്താണ് പുരുഷനെ സൂചിപ്പിക്കുന്ന നാമരൂപങ്ങളെ നമ്മൾ എന്ത് പറയും? പുല്ലിംഗം എന്ന് പറയും. അപ്പൊ ഇത്രയും ഭാഗം ക്ലിയർ ആയല്ലോ. അതായത് നാമം പുരുഷനോ സ്ത്രീയോ നപുംസകമോ എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ലിംഗം. ഇതിൽ തന്നെ പുല്ലിംഗം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് പുരുഷനെ സൂചിപ്പിക്കുന്ന നാമരൂപത്തിനെ നമ്മൾ എന്ത് പറയും? പുരുഷനെ സൂചിപ്പിക്കുന്ന നാമരൂപത്തിനെ നമ്മൾ പുല്ലിംഗം എന്ന് പറയും അല്ലെ. അതിൽ നമ്മൾ ഒരുപാട് എക്സാമ്പിൾസും പറഞ്ഞു. ആൺകുട്ടി, അധ്യാപകൻ, അവൻ, മകൻ, അച്ഛൻ, കാള എന്നൊക്കെ പറഞ്ഞ പോത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് എക്സാമ്പിൾസും പറഞ്ഞു. ഇനി നമുക്ക് ഇഷ്ടം പോലെ എക്സാമ്പിൾ പറയട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് സ്ത്രീലിംഗമാണ്. സ്ത്രീലിംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്ത്രീലിംഗം എന്ന് പറഞ്ഞാല് നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് സ്ത്രീയെ സൂചിപ്പിക്കുന്ന നാമരൂപം അല്ലെ. സ്ത്രീയെ സൂചിപ്പിക്കുന്ന നാമരൂപമാണ് എന്ത്? സ്ത്രീലിംഗം എന്ന് പറയുന്നത്. പഠിച്ചു വെക്കാൻ എളുപ്പമുള്ള കാര്യങ്ങളാണ്, പക്ഷെ നമ്മൾ ഇതൊന്നും നോക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടാതെ പോവും. അപ്പൊ അതുണ്ടാവാൻ പാടില്ല. അപ്പൊ സ്ത്രീയെ സൂചിപ്പിക്കുന്ന നാമരൂപത്തിനെ നമ്മൾ എന്ത് പറയും? സ്ത്രീലിംഗം എന്ന് പറയും. അതിന് നമുക്ക് എക്സാമ്പിൾ പറയാം. നേരത്തെ പറഞ്ഞതിന്റെ ഒക്കെ സ്ത്രീലിംഗമായിട്ട് വരുന്നത് ഏതാണ്? ഇപ്പൊ പെൺകുട്ടി, ആൺകുട്ടിക്കാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് പറയാം? പെൺകുട്ടി. ഓക്കെ, പശു, പശു സ്ത്രീലിംഗല്ലേ. വിദ്യാർത്ഥിനി, വിദ്യാർത്ഥിനി സ്ത്രീലിംഗല്ലേ. അധ്യാപിക, നേരത്തെ നമ്മൾ അധ്യാപകനായിരുന്നു പറഞ്ഞെങ്കിൽ അധ്യാപിക. അവൻ എന്ന് അവിടെ പറഞ്ഞെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് പറയാം? അവൾ എന്ന് പറയാം അല്ലെ. അതുപോലെ തന്നെ മകൾ, അമ്മ, എരുമ, അതായത് ഏത് കാറ്റഗറിയിലാന്നൊന്നുമില്ല, അതില് വരുന്ന സ്ത്രീനെ കാണിക്കുന്ന ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? സ്ത്രീലിംഗം എന്ന് പറയും. അപ്പൊ ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? വളരെ എളുപ്പമുള്ള കാര്യല്ലേ. ഇനി ഒരു ലിംഗം നമുക്ക് വേറെ പറയാവുന്നത് നപുംസകലിംഗാണ് അല്ലെ. നപുംസകലിംഗം എന്താണ് വരുന്നത്? നപുംസകലിംഗം ഇവിടെ എന്താ? ആൺപെൺ വ്യത്യാസം ഇല്ലാത്ത നാമരൂപമാണ് എന്ത്? നപുംസകലിംഗം. ആണെന്നോ പെണ്ണെന്നോ എന്നുള്ള വ്യത്യാസമില്ല, ആൺപെൺ വ്യത്യാസമില്ലാത്ത നാമരൂപം. അതിന് നമ്മൾ എന്ത് പറയും? നപുംസകലിംഗം എന്ന് പറയും. ക്ലിയർ അല്ലേ? ഇപ്പൊ നോക്കൂ, എക്സാമ്പിളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നദി,
നദി എന്നെടുത്താല് അതിന് നാമം മീൻസ് അത് ആണാണോ പെണ്ണാണോ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. മലകൾ എടുക്കുകയാണെങ്കിലോ പറയാൻ പറ്റില്ല. വൃക്ഷത്തെ എടുക്കുകയാണെങ്കിലോ പറയാൻ പറ്റില്ല. നഗരം, കല്ല്, ഇങ്ങനെ ഓരോന്നൊക്കെ എടുക്കുമ്പോ ഇവിടെ ആണാണോ പെണ്ണാണോ സ്ത്രീ അങ്ങനെയൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ആൺപെൺ വ്യത്യാസം ഇല്ലാത്തതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നപുംസകലിംഗം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ ഏതുവരെ പഠിച്ചു? സ്ത്രീലിംഗം എന്താന്ന് പറഞ്ഞു. സ്ത്രീലിംഗം എന്താണ്? സ്ത്രീലിംഗം എന്ന് പറഞ്ഞാൽ സ്ത്രീയെ സൂചിപ്പിക്കുന്ന നാമരൂപമാണ് സ്ത്രീലിംഗം. അതിൽ നമ്മൾ എക്സാമ്പിളും പറഞ്ഞു. പെൺകുട്ടി, പശു, വിദ്യാർത്ഥിനി, അധ്യാപിക, അവൾ, എരുമ, അതുപോലെ തന്നെ അമ്മ, മകൾ, ഇതൊക്കെ എന്താണ്? സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്ന ഉദാഹരണങ്ങളാണ് അല്ലെ. അതുപോലെ തന്നെ നമ്മൾ ഒരെണ്ണം കൂടി കണ്ടു. എന്താണ്? ആൺപെൺ വ്യത്യാസമില്ലാത്ത നാമരൂപം. ആൺപെൺ വ്യത്യാസമില്ലാത്ത നാമരൂപത്തിന് നമ്മൾ എന്താ പറയാ? അതിന് നമ്മൾ നപുംസകലിംഗ എന്നാണ് പറയാ. അതിന് നമ്മൾ എക്സാമ്പിൾ കണ്ടു. കല്ല്, നദി, മല, വൃക്ഷം, നഗരം, ഇങ്ങനെ ആൺപെൺ വ്യത്യാസമില്ലാത്ത എല്ലാ ഐറ്റത്തിനെയും നമ്മൾ ഏതിലാ പെടുത്തുക? അത് നമ്മൾ എന്തിലാ പറയുന്നത്? നപുംസകലിംഗമാണ്. ഇനി ഒന്നും കൂടി നമുക്ക് പറയാം. എന്താണ്? സ്ത്രീ പുരുഷ ജാതികളെ ഒരുമിച്ച് കാണിക്കുന്ന നാമരൂപമുണ്ട്. നോക്കാം. സ്ത്രീ പുരുഷ ജാതികളെ ഒരുമിച്ച് കാണിക്കുകയാണെങ്കിൽ, ഒരുമിച്ച് കാണിക്കുന്ന നാമം, അതിന് നമ്മൾ എന്താ പറയാ? അതിന് നമ്മൾ സാമാന്യലിംഗം എന്ന് പറയും, അല്ലെങ്കിൽ ഉഭയലിംഗം എന്ന് പറയും, അല്ലെങ്കിൽ അലിംഗം എന്ന് പറയും. മൂന്ന് പേരിൽ പറയുകയാണെങ്കിലും ഒരേ സാധനമാണ്. എന്താ പറയാ? ഉഭയലിംഗം എന്ന് പറയാം, അല്ലെങ്കിലോ അലിംഗം എന്ന് പറയാം. അലിംഗം എന്ന് പറയാം, അല്ലെങ്കിലോ സാമാന്യ ലിംഗം എന്നും പറയാം. അപ്പൊ സ്ത്രീ പുരുഷ ജാതികളെ ഒരുമിച്ച് കാണിക്കുക. അപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ ഒന്നും കൂടി മനസ്സിലാവും. എക്സാമ്പിളിലേക്ക് പോകുമ്പോ ഇപ്പൊ മനുഷ്യർ അല്ലെ. അപ്പൊ മനുഷ്യർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ സ്ത്രീകളും പെടാം പുരുഷന്മാരും വരാം. അപ്പൊ അത് സാമാന്യ ലിംഗാണ്. ഓക്കെ. വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥികൾ അല്ലെ, അതിൽ സ്ത്രീകളും അതായത് പെൺകുട്ടികളും ആൺകുട്ടികളും വരാം. അധ്യാപകർ, അപ്പൊ അധ്യാപികയും അധ്യാപകനും അതിനകത്ത് വരാം അല്ലെ. അവർ, അവർ എന്ന് പറഞ്ഞാലോ അവളും അവനും അതിനകത്ത് ഉണ്ടാവാം അല്ലെ. കുട്ടി, കുട്ടി എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയും വരാം ആൺകുട്ടി എന്നും വരാം. ജനങ്ങളാണെങ്കിലോ ശിശു, പിന്നെയോ യാത്രക്കാർ, യാത്രക്കാർ. ക്ലിയർ? പിന്നെ ഗ്രാമീണർ. ഇനിയും പറയാം എക്സാമ്പിള്. നീ, നീ എന്ന് പറഞ്ഞാല് പറയാൻ പറ്റുമോ? നിങ്ങൾ. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്നത് എന്താണ്? സാമാന്യ ലിംഗം, അലിംഗം, ഉഭയലിംഗം എന്നൊക്കെ പറയുന്ന ഒരെണ്ണം തന്നെയാട്ടോ. അതായത് സ്ത്രീയാണോ പുരുഷനാണോ അങ്ങനെയില്ല, ഒരുമിച്ച് സ്ത്രീ പുരുഷ ജാതികളെ ഒരുമിച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഉഭയലിംഗം, അലിംഗം അല്ലെങ്കിൽ സാമാന്യലിംഗം. മൂന്നും വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നേ ഉള്ളൂ, ഒരേ ഐറ്റം തന്നെയാണ്. അപ്പൊ നമ്മള് ലിംഗം എന്നുള്ള ഭാഗത്തേക്ക് വന്നപ്പോൾ നമ്മൾ എന്തൊക്കെയാ ഡിസ്കസ് ചെയ്തത്? നാമം പുരുഷനോ സ്ത്രീയോ അല്ലെങ്കിൽ നപുംസകമോ എന്നൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? ലിംഗം എന്ന് പറയുന്നത് അല്ലെ. അത് നമുക്ക് മനസ്സിലായി. പിന്നെ അതിൽ തന്നെ പുല്ലിംഗം വരുന്നുണ്ട്. അതായത് പുരുഷനെ സൂചിപ്പിക്കുന്ന നാമരൂപത്തിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? പുല്ലിംഗം എന്ന് പറഞ്ഞത് അല്ലെ. പുരുഷനെ സൂചിപ്പിക്കുന്ന നാമരൂപമാണ് പുല്ലിംഗം. ആൺകുട്ടി, കാള, വിദ്യാർത്ഥി, അധ്യാപകൻ, അവൻ, മകൻ, അച്ഛൻ, പോത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് എക്സാമ്പിൾ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ സ്ത്രീലിംഗത്തിലേക്ക് വന്നു. അതായത് സ്ത്രീയെ സൂചിപ്പിക്കുന്ന നാമരൂപത്തിന് നമ്മൾ എന്ത് പറയും? സ്ത്രീലിംഗം എന്ന് പറയും. അതിലും നമ്മൾ ഒരുപാട് എക്സാമ്പിൾ പറഞ്ഞു. പെൺകുട്ടി, പശു, വിദ്യാർത്ഥിനി, അധ്യാപിക, അവൾ, മകൾ, അമ്മ, എരുമ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എക്സാമ്പിൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പഠിച്ചു? നപുംസകലിംഗം പഠിച്ചു. നപുംസകലിംഗം അത് എന്താ പറയാ? ആൺപെൺ വ്യത്യാസം ഇല്ലാത്ത നപുംസകലിംഗവും സാമാന്യലിംഗവും കൂടി മാറിപ്പോവാൻ പാടില്ല. അതായത് നപുംസകലിംഗം എന്ന് പറഞ്ഞാൽ ആൺപെൺ വ്യത്യാസം ഇല്ല അവിടെ. അത് കണ്ടത് ആൺപെൺ വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അത് ആണാണോ പെണ്ണാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നദി, കല്ല്, വൃക്ഷം, നഗരം, മല അങ്ങനെയുള്ള ഐറ്റംസ്. എന്നാൽ അതാണ് നപുംസകലിംഗം. എന്നാൽ സാമാന്യലിംഗം എന്ന് പറഞ്ഞാലോ സ്ത്രീ പുരുഷ ജാതികളെ ഒരുമിച്ച് പറയുന്നതാണ്. അതായത് മനുഷ്യർ അത് വരുമ്പോ അതിനകത്ത് സ്ത്രീയും പുരുഷനും ഉണ്ടാവും. നമുക്കറിയാം മനുഷ്യര് സ്ത്രീയും പുരുഷനും ഉണ്ട്. എന്നാൽ നദി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അതാണ് അതിന്റെ വ്യത്യാസം കേട്ടാ. അപ്പോ സാമാന്യലിംഗം നമ്മൾ മനസ്സിലാക്കി. അതിന് നമ്മൾ മനുഷ്യര്, വിദ്യാർത്ഥികൾ, അധ്യാപകർ, അവർ, കുട്ടി, ജനം, ശിശു, ഗ്രാമീണർ, നീ, നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് എക്സാമ്പിൾസ് കണ്ടു. ഈ സാമാന്യലിംഗത്തിന്റെ മറ്റു പേരുകളാണ് ഉഭയലിംഗം, അലിംഗം എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കാം.
ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗം ക്ലിയർ ആയല്ലോ. ഇതാണ് നമ്മള് എന്താ പറയാ ലിംഗം എന്നുള്ള ഭാഗത്ത് ഏറ്റവും ബേസിക്കലി മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങള്. അതായത് ഏതൊക്കെയാണ് ലിംഗങ്ങള്, എന്തൊക്കെയാണ് അതിൽ വരുന്നത് എന്നൊക്കെ. ഇനി നമ്മൾ വേറൊരു കാര്യം കൂടി പഠിക്കാൻ പോവാണ്. അതായത് പുല്ലിംഗ പ്രത്യയം ഏതൊക്കെയാണെന്നാണ് ഇനി പഠിക്കാൻ പോകുന്നത്. പുല്ലിംഗം ഉണ്ട് എന്ന് പറഞ്ഞു, എന്താണ് പുല്ലിംഗം എന്ന് മനസ്സിലാക്കി. ഇനി പുല്ലിംഗ പ്രത്യയം ഏതാണെന്ന് ചോദിച്ചാൽ പുല്ലിംഗ പ്രത്യയം അൻ ആണ് പുല്ലിംഗ പ്രത്യയം എന്ന് പഠിച്ചു വെക്കുക. അതായത് ഇപ്പൊ നോക്കുക, കുള്ളൻ എന്ന് പറഞ്ഞാൽ പുല്ലിംഗാണ് അല്ലെ. അപ്പൊ കുള്ളൻ, കുള്ളൻ, അപ്പൊ അവിടെ അന്നല്ലേ വന്നത്. ഇനി മകൻ, മകൻ എന്ന് പറഞ്ഞാൽ പുല്ലിംഗാണ്, മകൻ, അപ്പൊ അന്നല്ലേ വന്നത്. പിന്നെ പണിക്കൻ അല്ലെങ്കിൽ തടിയൻ, തമ്പുരാൻ, അങ്ങനെയൊക്കെ വരുമ്പോ അൻ 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 എന്നല്ലേ വരിക. അപ്പൊ പുല്ലിംഗ പ്രത്യയമായിട്ട് നമ്മൾക്ക് എടുക്കാൻ പറ്റുന്ന ഒന്നാണ് അൻ എന്ന് പറയുന്നത്. എന്നാൽ സ്ത്രീലിംഗ പ്രത്യയം ഉണ്ട്. സ്ത്രീലിംഗ പ്രത്യയം ഏതൊക്കെയായിരിക്കും സ്ത്രീലിംഗ പ്രത്യയങ്ങള്? ആലോചിച്ച് നോക്കൂ. ഈ, അൾ, പിന്നെയോ തീ, ചീ, പിന്നെയോ ടി. ഇതൊക്കെ എന്തുതന്നെയാണ്? ഇതൊക്കെ പുല്ലിംഗ പ്രത്യയങ്ങളാണ്. ഇപ്പൊ നോക്കൂ, ഈ വരുന്നത് ഇപ്പൊ കള്ളി, കള്ളി, അവിടെ ഈലല്ലേ അവസാനിക്കുന്നത്. മകൾ, മകൾ, അള്ളിലല്ലേ അവസാനിക്കുന്നത്. പണിക്കത്തി, പണിക്കത്തി, അവിടെ തീലല്ലേ അവസാനിക്കുന്നത്. തടിച്ചി, തടിച്ചി, അപ്പൊ ചീ വരുന്നില്ലേ. തമ്പുരാട്ടി, അപ്പൊ ടി വരുന്നില്ലേ. അതായത് ഇത് മാത്രല്ല കേട്ടോ, നിങ്ങൾ പറഞ്ഞു നോക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇങ്ങനെ പറയുമ്പോ അപ്പൊ പുല്ലിംഗ പ്രത്യയം ഏതാ സ്ത്രീലിംഗ പ്രത്യയം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് കണ്ടെത്തുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാട്ടോ പറഞ്ഞത്. ഇനി നപുംസകലിംഗത്തിന്റെ ആണെങ്കിലോ, നപുംസകലിംഗം അതിന്റെ പ്രത്യയം ഏതൊക്കെയാ വരുന്നത്? ത് വരുന്നുണ്ട്, അം വരുന്നുണ്ട്, ഇനിയും ഉണ്ടാവും. നിങ്ങൾ ഓരോന്ന് നപുംസകലിംഗം എടുത്തു നോക്കുമ്പോ അത് എങ്ങനെയാണ് അവസാനിക്കുന്നത് നോക്കാം. അപ്പൊ നോക്കൂ, വലുത് അല്ലെങ്കിൽ പമ്പരം, അപ്പൊ പമ്പരം അം വന്നില്ലേ. അതുപോലെ വൃക്ഷം, വൃക്ഷം, അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അതൊക്കെ എന്താണ് നപുംസകലിംഗത്തിന്റെ പ്രത്യയങ്ങളാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗം ക്ലിയർ ആയി ഉണ്ടാവുമല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പുല്ലിംഗവും സ്ത്രീലിംഗവും ആണ് കേട്ടോ. അതായത് ഓരോ വാക്കുകളും അതിന്റെ പുല്ലിംഗവും സ്ത്രീലിംഗവും എന്താണെന്നും കൂടി അത് നമുക്ക് കുറച്ചെണ്ണം പഠിച്ചു നോക്കാം. അത് കുറച്ചധികം നമ്മൾ പഠിച്ചു വെക്കണം, കാരണം അതൊന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്തായാലും. അപ്പോ സ്റ്റാർട്ട് ചെയ്യല്ലേ. ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അച്ഛൻ. അച്ഛൻ ഇത് പുല്ലിംഗാണ് അല്ലെ. അതിന്റെ സ്ത്രീലിംഗം എന്താണ് അറിയാം, അമ്മയാണ് അതിന്റെ സ്ത്രീലിംഗം. ക്ലിയർ. നെക്സ്റ്റ് നമ്പൂതിരി, നമ്പൂതിരി. അപ്പൊ പറഞ്ഞു നോക്കുക കേട്ടോ, നമ്പൂതിരിയുടെ സ്ത്രീലിംഗം എന്താവുന്ന്. നമ്പൂതിരി, നമ്പൂതിരിയുടെ സ്ത്രീലിംഗം അന്തർജനം എന്നാണ്. നമ്പൂതിരിയുടെ സ്ത്രീലിംഗം അന്തർജനം. ക്ലിയർ. നമ്പൂതിരിയുടെ സ്ത്രീലിംഗം അന്തർജനം. നെക്സ്റ്റ് നമ്പ്യാർ, നമ്പ്യാർ, നമ്പ്യാറിന്റെ സ്ത്രീലിംഗം എന്താണ്? നങ്ങ്യാർ, നങ്ങ്യാറാണ് നമ്പ്യാറുടെ സ്ത്രീലിംഗം. ഓക്കെ. നെക്സ്റ്റ് മാടമ്പി, മാടമ്പി, മാടമ്പിയുടെ സ്ത്രീലിംഗം എന്താണ്? കെട്ടിലമ്മ. എന്താണ്? കെട്ടിലമ്മയാണ് മാടമ്പിയുടെ സ്ത്രീലിംഗം കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് പൗരൻ, പൗരന്റെ സ്ത്രീലിംഗം എന്താണ്? പൗരി എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഒന്നും കൂടി ഉണ്ട്, പുരന്ത്രി. എന്താണ്? പൗരി എന്നും പറയാറുണ്ട്, പുരന്ത്രി എന്നും പറയാറുണ്ട്. ക്ലിയർ. മനുഷ്യൻ, മനുഷ്യൻ, മനുഷ്യന്റെ സ്ത്രീലിംഗം എന്താണ്? മനുഷി. എന്താണ്? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷിയാണ് അതിന്റെ സ്ത്രീലിംഗം വരുന്നത് കേട്ടോ. നെക്സ്റ്റ് അഭിനേതാവ്, അഭിനേതാവ് അതിന്റെ സ്ത്രീലിംഗം എന്താ അറിയാം? അഭിനേത്രി അല്ലെ. അഭിനേതാവിന്റെ സ്ത്രീലിംഗം അഭിനേത്രിയാണ്. എഴുതുന്നതിന്റെ മുമ്പെന്റെ നിങ്ങൾ പറഞ്ഞു നോക്കുക. നമ്മൾ ഫസ്റ്റ് പറയുമ്പോൾ അതിന്റെ നെക്സ്റ്റ് വേർഡ് എന്തായിരിക്കുന്നു ഓർത്തെടുത്ത് പറയാൻ ശ്രമിക്കുക. ഓക്കെ. ആരാധകൻ, ആരാധകൻ അതിന്റെ സ്ത്രീലിംഗം എന്താ? ആരാധിക, ആരാധികയാണ് ആരാധകന്റെ സ്ത്രീലിംഗം. ആരാധിക. ക്ലിയർ. ഏകാഗി, ഏകാഗി അതിന്റെ സ്ത്രീലിംഗം എന്താണ്? ഏകാഗി എന്ന് പറഞ്ഞാൽ പുല്ലിംഗമാണ്. ഇതൊക്കെ പുല്ലിംഗാണ് കേട്ടോ. ഇതാണ് സ്ത്രീലിംഗം, പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏകാഗി എന്ന് പറയുമ്പോൾ അതിന്റെ സ്ത്രീലിംഗമായിട്ട് വരുന്നത് ഏകാഗിനിയാണ്. ക്ലിയർ. നോക്കാം. അച്ഛൻ, അമ്മ, നമ്പൂതിരി, അന്തർജനം,
നമ്പ്യാർ, നങ്ങ്യാർ, മാടമ്പി, കെട്ടിലമ്മ. പൗരൻ എന്ന് പറഞ്ഞാൽ പൗരി ഉണ്ട്, പുരന്ത്രി ഉണ്ട്. ഓക്കെ. മനുഷ്യൻ, മനുഷി. അഭിനേതാവ്, അഭിനേത്രി. ആരാധകൻ, ആരാധിക. ഏകാഗി, ഏകാഗിനി. അത്രയും ഭാഗം ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇതൊക്കെ വളരെ എളുപ്പാട്ടോ. അതായത് ഇങ്ങനെ പഠിക്കാൻ നല്ല രസമുള്ളതല്ലേ. പിന്നെ കുറച്ച് പുതിയ നല്ല അറിവുകളല്ലേ ഇതൊക്കെ. പലതും നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നും. ഇങ്ങനെയാണോ ഇത് ഉപയോഗിക്കുക എന്നൊക്കെ അല്ലെ. അപ്പൊ നമ്മൾ 9 പഠിച്ചു. 10ാമത്തെ നമ്മൾ പറയാൻ പോവാണ് കാന്തൻ. കാന്തൻ. കാന്തന്റെ സ്ത്രീലിംഗം എന്താ? കാന്ത എന്നാണ് കേട്ടോ. കാന്ത, ഞാനും വരാം എന്നിട്ടുള്ള പാട്ടില്ലേ. ഓക്കെ. അപ്പൊ കാന്തൻ, കാന്ത. ഓക്കെ. കവി. കവിയുടെ ഏതാ പഠിക്കണം കേട്ടോ. കവ ഇത്രിയാണ്, പഠിച്ചു വെക്കണം കേട്ടോ. കവി, കവ ഇത്രി. ഓക്കെ. കർത്താവ്. കർത്താവ് എന്താണ്? കർത്താവിന്റെ സ്ത്രീലിംഗം കർത്രിയാണ്. കർത്താവ്, കർത്രി. ക്ലിയർ? നെക്സ്റ്റ് കേമൻ. കേമൻ. കേമന്റെ എന്താ? കേമിയാണ് സ്ത്രീലിംഗം വരുന്നത്. ഓക്കെ. ഗുണവാൻ. ഗുണവാൻ. ഗുണവാന്റെ എന്താണ്? ഗുണവതിയാണ് കേട്ടോ. ഗുണവാൻ, ഗുണവതി. ചക്രവർത്തി. ചക്രവർത്തി. ചക്രവർത്തിയുടെ എന്താ? ചക്രവർത്തിനി. ചക്രവർത്തിനി. ഓക്കെ. നെക്സ്റ്റ് ജനിതാവ്. അതിന്റെ സ്ത്രീലിംഗം കാതിക. ജനിതാവിന്റെ സ്ത്രീലിംഗം കാതിക. നെക്സ്റ്റ് തപസ്വി. തപസ്വി എന്താണ്? തപസ്വിനി. ഓക്കെ. തപസ്വി, തപസ്വിനി. നെക്സ്റ്റ് തമ്പുരാൻ. തമ്പുരാന്റെ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. തമ്പുരാട്ടി. തമ്പുരാൻ എന്താ? തമ്പുരാട്ടി. ക്ലിയർ? തേജസ്വി. തേജസ്വിയുടെ സ്ത്രീലിംഗം എന്താണ്? തേജസ്വിനിയാണ് കേട്ടോ. തേജസ്വിനി. അപ്പൊ നോക്കുക. കാന്തൻ, കാന്ത. കവി, കവ ഇത്രി. കർത്താവ്, കർത്രി. കേമൻ, കേമി. ഗുണവാൻ, ഗുണവതി. ചക്രവർത്തി, ചക്രവർത്തിനി. ജനിതാവ്, കാതിക. തപസ്വി, തപസ്വിനി. തമ്പുരാൻ, തമ്പുരാട്ടി. തേജസ്വി, തേജസ്വിനി. അത്രയും ഭാഗം ക്ലിയർ ആയില്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു 25 വേർഡ്സുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് മതി അല്ലെ. പിന്നെ കുറച്ച് അതിന്റെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. തേജസ്വി, തേജസ്വിനി അല്ലെ. നെക്സ്റ്റ് ദാതാവ്. ദാതാവ് അതിന്റെ എന്താണ്? ധാത്രിയാണ് കേട്ടോ. ദാതാവിന്റെ ധാത്രിയാണ് സ്ത്രീലിംഗം വരുന്നത്. ധനവാൻ. ധനവാൻ അതിന്റെ സ്ത്രീലിംഗം എന്താണ്? ധനവതിയാണ് കേട്ടോ. ധനവതി. ക്ലിയർ ആവുന്നില്ലേ? ധനവാൻ, ധനവതി. ഇത് തായാണ് കേട്ടോ. ധനവതി. ഓക്കെ. ധനവതി. നെക്സ്റ്റ് നായകൻ. നായകൻ എന്താണ്? നായിക അറിയാം അല്ലെ. നായകൻ, നായിക. ക്ലിയർ? നേതാവ്. നേതാവ്. നേതാവിന്റെ എന്താണ്? നേത്രിയാണ് കേട്ടോ. സ്ത്രീലിംഗം നേതാവ്, നേത്രി. പതി. പതിയുടെ സ്ത്രീലിംഗം എന്താണ്? പത്നി. പതി, പത്നി. ഓക്കെ. നെക്സ്റ്റ് പിതാമഹൻ. പിതാമഹൻ അതിന്റെ സ്ത്രീലിംഗം എന്താ? പിതാമഹി. ഓക്കെ. അതുപോലെ പിതാമഹി 30ലേക്ക് എത്തിക്കണം. നെക്സ്റ്റ് പിതാമഹൻ, പിതാമഹി. പൂജാരി. പൂജാരിയുടെ സ്ത്രീലിംഗം എന്താണ്? പൂജാരിണിയാണ് ടാരിണി. നീയാണ് പൂജാരിണി. ഓക്കെ. പൂജാരി, പൂജാരിണി. ഓക്കെ. നെക്സ്റ്റ് പ്രസാധകൻ. പ്രസാധകൻ. പ്രസാധകന്റെ സ്ത്രീലിംഗം പ്രസാദിക. അങ്ങനെ വരച്ചു പഠിക്കട്ടെ. ഇവിടെ
പ്രസാദകൻ, പ്രസാദികയാണ്, ദിഗയാണ്, പ്രസാദിക. ഓക്കെ. പ്രേയാൻ, പ്രേയാന്റെ എന്താണ്? പ്രേയസ്വി ആണ് കേട്ടോ. പ്രേയാൻ, പ്രേയസ്വി. നെക്സ്റ്റ് ബാലകൻ, ബാലകന്റെ എന്താണ്? ബാലകന്റെ ബാലിക ആണ്, ബാലിക. ക്ലിയർ? ഭഗവാൻ, ഭഗവാന്റെ സ്ത്രീലിംഗം എന്താടോ? ഭഗവാൻ, ഭഗവതി ആണ്, ഭഗവാൻ, ഭഗവതി. ക്ലിയർ? അപ്പൊ എത്ര എണ്ണായി? 30 എണ്ണത്തി. ദാതാവ്, ധാത്രി. ധനവാൻ, ധനവതി. നായകൻ, നായിക. നേതാവ്, നേത്രി. പതി, പത്നി. പിതാമഹൻ, പിതാമഹി. പൂജാരി, പൂജാരിണി. പ്രസാദകൻ, പ്രസാദിക. പ്രേയാൻ, പ്രേയസ്വി. ബാലകൻ, ബാലിക. ഭഗവാൻ, ഭഗവതി. ഓക്കെ, ഭഗവാൻ, ഭഗവതി. അപ്പൊ നമ്മൾ ഇന്ന് ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഈ ഭാഗം ജസ്റ്റ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇനിയും നമുക്ക് ക്ലാസ്സുകൾ ഉണ്ട്. ഇതിന്റെ ക്ലാസ്സുകളും പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളൊക്കെ നമുക്ക് ഇനി അപ്ലോഡ് ചെയ്യാനുണ്ട്. പക്ഷെ ഒരു ബോറടി മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു പുതിയ ടോപ്പിക്കിലേക്ക് കടന്നത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.